സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് സഹാബികൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അവരെല്ലാവരും നീതിമാന്മാരും അള്ളാഹുവിങ്കൽ സ്തുത്യർഹരുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 100-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹാബികളുടെ ക്വാളിഫിക്കേഷൻ, മേന്മ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. അള്ളാഹു അവരെ തൃപ്തിപ്പെടുകയും അവർ അള്ളാഹുവെ തൃപ്തിപ്പെടുകയും ചെയ്ത പരസ്പരം തൃപ്തിയുള്ള അവസ്ഥയിലാണ് അള്ളാഹുവും റസൂലിന്റെ സഹാബികളും ഉള്ളത്. ആ സഹാബികൾ ലോകത്ത് പിന്നീട് വന്ന ആരെക്കാളും ഏറ്റവും മഹിതമായ ആളുകളാണ്. പിൽക്കാലഘട്ടത്തിലുള്ള ആളുകൾ എത്ര തന്നെ പുണ്യവാന്മാരായിരുന്നാലും അവർ എത്ര തന്നെ പ്രവർത്തനങ്ങൾ ചെയ്താലും സഹാബികൾ ചെയ്ത പ്രവർത്തനത്തിന് സമമാവുകയില്ല, അതിനോട് കിടപിടിക്കാൻ കഴിയുകയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സഹാബിയെ കുറിച്ചും നമ്മുടെ മനസ്സിൽ മോശപ്പെട്ട ഒരു ചിന്ത ഉണ്ടാകുവാനേ പാടില്ല. സഹാബികളിൽപ്പെട്ട പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, സഹാബ വനിതയാകട്ടെ, സഹാബിയാകട്ടെ, അവരെക്കുറിച്ചൊരു മോശം ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാനേ പാടില്ല. കാരണം അവരെക്കുറിച്ചുള്ള മോശം ചിന്തയും സംസാരങ്ങളും നമ്മളുടെ ഈമാൻ നഷ്ടപ്പെടുത്തി പോകുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹാബികളോടുള്ള ഇഷ്ടം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബികളിൽ ആരെയെങ്കിലും ഒരാളെ വെറുത്ത, അവരോട് മോശപ്പെട്ട രൂപത്തിൽ മനസ്സിൽ ചിന്തയുണ്ടാകുന്ന ആളുകൾ, അവരെ ചീത്ത വിളിക്കുന്ന ആളുകൾ, അവർ വളരെ മോശപ്പെട്ടവരാണ്, അവർ വിശ്വാസത്തിൽ കളങ്കമുള്ളവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സ്വഹാബികളിൽ ഒരു വിഭാഗം വരുന്ന ആളുകളെ, അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന ആളുകളെ വളരെ മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിച്ച ആളുകളാണ് ചരിത്രത്തിൽ ഷിയാക്കൾ എന്നറിയപ്പെട്ട ആളുകൾ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷികൾ എന്ന പേരിൽ ഷിയഅത്തു അലി എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീട് വളരെ അതിരുവിട്ട വാദങ്ങളുമായി കടന്നു വരികയും അലി റളിയല്ലാഹു അൻഹുവിന്റെ മേന്മ ഉയർത്താൻ വേണ്ടി മറ്റുള്ള സഹാബികളിൽ പലരെയും താഴ്ത്തിക്കെട്ടുകയും അവരെ മോശക്കാരാക്കുകയും ചെയ്തിട്ടുണ്ട് ഷിയാക്കൾ. മാത്രവുമല്ല, അതിനുവേണ്ടി ധാരാളക്കണക്കിന് ചരിത്രങ്ങൾ അവർ എഴുതിയുണ്ടാക്കുകയും അതിനുവേണ്ടി പ്രത്യേകം ആളുകളെ നിയമിക്കുകയും അവർ ചരിത്രത്തിൽ പലതും കടച്ചു കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ മറുപക്ഷത്തുണ്ടായിരുന്ന മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ ആ സഹാബിയെ താഴ്ത്തിക്കെട്ടാൻ, മോശക്കാരനാക്കാൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വളരെ മോശപ്പെട്ട രൂപത്തിലാക്കുവാൻ അവർ പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്ര ശകലങ്ങൾ ധാരാളം അവരിലൂടെ വന്നതായതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് നെല്ലും പതിരും കൂടി ചേർന്നിട്ടുണ്ട്. സത്യമായതും മിഥ്യായതുമെല്ലാം കൂടിക്കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ സഹാബികളെ കുറിച്ചൊരു മോശപ്പെട്ട സംഗതികൾ കേൾക്കുമ്പോൾ അതിന് നിരസ്ഥിതി ഉറപ്പുവരുത്തിയിട്ടല്ലാതെ ആ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സമൂഹത്തിൽ ഒരുപാട് കെട്ടുകഥകൾ, ചരിത്രങ്ങൾ, അത് കെട്ടിച്ചമച്ച പലതും സമൂഹത്തിൽ പരന്നിട്ടുണ്ട്. അത്തരത്തിൽ വളരെ പ്രചരിക്കപ്പെട്ട, ഒരുപക്ഷെ നമ്മൾ ഭൂരിഭാഗം ആളുകളും ശരിയെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു വളരെ വലിയ കള്ളക്കഥയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വധവുമായി ബന്ധപ്പെട്ടുള്ളത്. മഹാനായ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൽ വഹ്ശിയാണ് കൊന്നത് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾക്കെല്ലാം അറിയാം. ആ വഹ്ശിയെ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചത് ഹിന്ദ് ബിൻത് ഉത്ബയാണ് എന്നും വഹ്ശി ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതിന് ശേഷം ഉഹദിന്റെ ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ ഹംസയുടെ അടുക്കലേക്ക് ഹിന്ദ് കടന്നു ചെല്ലുകയും ഹംസയുടെ ഹൃദയം പിളർന്ന് കരളെ പുറത്തെടുത്ത് കടിച്ചു വലിച്ചു എന്നൊക്കെയുള്ള കള്ളക്കഥകൾ നമ്മൾ പല ആളുകളും കേട്ടിട്ടുണ്ട്. അത് ശരിയാണ് എന്ന് വിശ്വസിച്ചു പോയിട്ടുണ്ട് പല ആളുകളും സംസാരങ്ങളിൽ, പ്രസംഗങ്ങളിലൊക്കെ അതിന്റെ ശരിയേതെന്ന് തെറ്റേതെന്ന് പോലും നോക്കാതെ പ്രചരിപ്പിക്കപ്പെട്ട, മലയാളത്തിലുള്ള പല എഴുത്തുകളിലും പ്രചരിക്കപ്പെട്ട ഈ കഥകൾ അതാണ് ശരി എന്ന് പല ആളുകളും ധരിച്ചു വശായിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതിന്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം, ഹിന്ദ് റളിയല്ലാഹു അൻഹ സഹാബിയൻ, വഹ്ശി റളിയല്ലാഹു അൻഹു സഹാബിയൻ, അതുപോലെ തന്നെ ഹിന്ദിന്റെ ഭർത്താവ് അബൂ സുഫിയാൻ സഹാബിയൻ. ഈ ആളുകളെ കുറിച്ചെല്ലാം മോശപ്പെട്ട ചിന്തകൾ സമൂഹത്തിന് വരുത്തി തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കള്ളക്കഥകൾ പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി ഹംസ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന പേരുള്ള ഹംസ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പിതൃവ്യന്മാർ, പ്രവാചകന്റെ ഉപ്പയുടെ രണ്ട് സഹോദരങ്ങൾ മുസ്ലിങ്ങളും രണ്ട് സഹോദരങ്ങൾ മുശ്രിക്കുകളുമാണ്. മുസ്ലിങ്ങളായ സഹോദരങ്ങൾ എന്നുള്ളത് ഹംസ റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവുമാണ്. മുശ്രിക്കായിട്ടുള്ള ആളുകൾ അബൂ ലഹബും അബൂ താലിബുമാണ്. ഈ രണ്ട് മുസ്ലിങ്ങളായ ആളുകളിൽ ഹംസ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിതൃവ്യൻ എന്നതിനപ്പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സഹാബിയുമായി വേറെയും ബന്ധമുണ്ട്. അബൂ ലഹബിന്റെ അടിമയായ സുവൈബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന് മുല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലും ഹംസ റളിയല്ലാഹു അൻഹുവും പ്രവാചകന്റെ എളാപ്പയാണ് എന്നതുപോലെ തന്നെ പ്രവാചകന്റെ മുലകുടി ബന്ധത്തിലെ സഹോദരൻ കൂടിയാണ്. ഒരേപോലെ എളാപ്പയും മുലകുടി ബന്ധത്തിലെ സഹോദരൻ കൂടിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടുവാൻ വേണ്ടി ഉണ്ടായിരുന്നു. പ്രവാചകൻ ജനിക്കുന്നതിന്റെ 2 കൊല്ലം മുമ്പ് മാത്രമാണ് അദ്ദേഹം ജനിച്ചത്. എളാപ്പയാണ്, പക്ഷെ പ്രവാചകൻ ജനിക്കുന്നത് 2 വർഷം മുമ്പ് മാത്രമാണ് അദ്ദേഹം ജനിച്ചത്. ഉഹദ് രണഭൂമിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നത്, ഉഹദ് യുദ്ധം നടക്കുന്നത് ഹിജ്റ 3-ാം വർഷമാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 വർഷം മുമ്പ് ജനിക്കുകയും ഹിജ്റ കഴിഞ്ഞ് 3-ാം വർഷം മരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 59 വയസ്സ് പ്രായമായിരുന്നു. ആ പ്രായത്തിൽ മരണപ്പെട്ട സഹാബിയാണ്. അങ്ങനെ പ്രവാചകന് ഏറെ ഇഷ്ടമുള്ള, പ്രവാചകനെ വളരെ അടുപ്പമുള്ള വ്യക്തിത്വമായിരുന്നു ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇസ്ലാമിനും ഏറെ സന്തോഷവും ധൈര്യവും നൽകിയതായിരുന്നു ഹംസയുടെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഇസ്ലാം ആശ്ലേഷണം. നമുക്കറിയാം, ആദ്യകാലത്ത് പ്രവാചകനും സഹാബികളും വളരെ രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം നടത്തിയിരുന്നത്. എന്നാൽ ഹംസ റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി പ്രവാചകനും സഹാബികളും 2 സഫുകളിൽ, ഒന്ന് ഹംസയുടെ നേതൃത്വത്തിലും ഒന്ന് ഉമർ നേതൃത്വത്തിലുമായിക്കൊണ്ട് 2 സഫുകൾ 2 വരികളായിക്കൊണ്ട് മക്കയുടെ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുകയും പരസ്യ പ്രബോധനം നടത്തുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും. അങ്ങനെ ഇസ്ലാമിന് വലിയ ധൈര്യം നൽകിയ, ഇസ്ലാമിന് വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ വ്യക്തിത്വമാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, വലിയ ധൈര്യശാലിയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളാൽ 30-ൽ പരം ശത്രുക്കൾ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അത്രയേറെ വളരെ ധൈര്യശാലിയായ വ്യക്തിയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ചരിത്രം പറയുന്ന സഹാബികളെ പറയുന്നത്, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾക്ക് നേരിട്ട് പോയി യുദ്ധം ചെയ്ത് വിജയിക്കുവാൻ സാധ്യമാവുകയില്ല. ഹംസയുടെ അടുക്കിലേക്ക് ആരെങ്കിലും യുദ്ധമുഖച്ച് പോയിട്ടുണ്ടെങ്കിൽ അവനെ കൊന്നിട്ടല്ലാതെ, അവന്റെ ശരീരത്തിൽ ഹംസയുടെ വെട്ടേറ്റിട്ടല്ലാതെ അവനെ തിരിച്ചു വരാനോ അല്ലെങ്കിൽ ജീവനം അവസാനിപ്പിക്കാനോ സാധ്യമാകില്ല എന്നാണ്. അത്ര ധൈര്യശാലിയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരിട്ട് പോയി യുദ്ധം ചെയ്ത് കൊലപ്പെടുത്തുക എന്നുള്ളത് സാധ്യമാകാത്തത് കൊണ്ടാണ് വഹ്ശിയെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹംസ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ ധാരാളം ആളുകളെ വധിച്ചിട്ടുള്ളതിൽ പ്രധാനമായ 3 വ്യക്തികളാണ് ഹംസ വധിച്ചത്. ഒന്ന് ശൈബത്ത് ബിൻ റബീഅയാണ്, രണ്ടാമത്തേത് ഉത്ബ ബിൻ റബീഅയാണ്, മൂന്നാമത്തേത് തുഐമത്ത് ബിൻ അദിയ് എന്ന് പറയുന്ന വ്യക്തികളാണ്. ഈ 3 ആളുകളെ ഹംസ റളിയല്ലാഹു അൻഹു ബദറിൽ വധിച്ചിട്ടുണ്ട്. ഇതിൽ 3-ാമത്തെ വ്യക്തി തുഐമത്ത് ബിൻ അദിയ് എന്ന വ്യക്തിയെ കൊന്നതിന് പകരമായി കൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദര പുത്രനാണ് യഥാർത്ഥത്തിൽ വഹ്ശിയെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. വഹ്ശിയെ കൊല ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ജുബൈർ ബിൻ മുത്അമും ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ശിയും 2 പേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറെ സന്തോഷം നൽകുന്ന രസകരമായ വസ്തുത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഹിന്ദ് റളിയല്ലാഹു അൻഹ അല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊല ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. മറിച്ച് അത് ജുബൈർ ബിൻ മുത്അം ആണ് എന്ന്
വളരെ വ്യക്തമായി കൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ആളുകൾ, ഇമാം മുസ്ലിം അടക്കമുള്ള ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് സ്വഹീഹായി കാണുവാൻ സാധ്യമാകും. ഹിന്ദ് റളിയല്ലാഹു അൻഹയാണ് വഹ്ശിയെ ഏൽപ്പിച്ചത് എന്ന് ചരിത്രത്തിൽ സ്വീകാര്യോഗ്യമായ ഒരു രേഖയുമില്ല, ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയതല്ലാതെ. പക്ഷെ എന്നിട്ടും നമ്മുടെ ചെവികളിലടക്കം എത്തിയ വാർത്ത എന്നുള്ളത് ഹിന്ദാണ് വഹ്ശിയെ കൊല ചെയ്യാൻ ഏൽപ്പിച്ചത് എന്നാണ്. ഹിന്ദിനെ ഹംസയുടെ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. അവിടെ ഏൽപ്പിച്ചത് ജുബൈർ ബിൻ മുത്ഇമാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധ്യമാകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ ശുഹദാ എന്നാണ് ഹംസ റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ചത്. ഉഹദിൽ മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് ശുഹദാക്കളുടെ നേതാവ് എന്നാണ്. പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞത് അഫ്ളലു ശുഹദാഇ ഇൻദല്ലാഹി ഹംസ. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ശുഹദാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ റബ്ബിന്റെ അടുക്കൽ അത് ഹംസയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് രണഭൂമിയിൽ മരണപ്പെട്ടതിന് ശേഷം ഹംസയെയും അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഖബറിലാണ് മറമാടിയത്. ഒരു ഖബറിൽ രണ്ടുപേരെയും ഒരുമിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന് ശേഷം മറമാടിയിട്ടുള്ളത്. സഹോദരന്മാരെ, ഈ സഹാബിയുടെ മരണത്തിന്റെ വിഷയം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കൃത്യമായും വ്യക്തമായും കാണുവാൻ സാധ്യമാകും. അത് ഇപ്രകാരമാണ്. ജുബൈർ ബിൻ മുത്ഇമാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കൃത്യമായി കാണുവാൻ സാധ്യമാകും. മഹാനായ ജഅഫർ ബിൻ അംർ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഉബൈദുല്ലാഹി ബിൻ അദി ബിൻ ഖിയാർ എന്ന വ്യക്തിയോടൊപ്പം അദ്ദേഹം മദീനയിൽ യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോകുന്ന വഴിയിൽ അദ്ദേഹം ഹിംസ് എന്ന പ്രദേശത്തെത്തുകയുണ്ടായി. ഹിംസ് എന്ന നാടിന്റെ പ്രത്യേകത, ആ ഹിംസിലാണ് വഹ്ശി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. വഹ്ശി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച വ്യക്തിത്വമാണ്. ഉഹദിൽ ഹംസയെ കൊല ചെയ്തുവെങ്കിലും പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഹിജ്റ 8 മക്കം ഫതഹിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയപ്പോൾ വഹ്ശി ഇറങ്ങി ഓടുന്നുണ്ട് പേടിച്ചിട്ട്. എന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലും എന്ന പേടിയിൽ വഹ്ശി ത്വായിഫിലേക്ക് ഓടി ഒളിച്ചുവെന്ന് ഹദീസിൽ കാണുവാൻ സാധ്യമാകും. അങ്ങനെ ത്വായിഫിലേക്ക് ഓടി ഒളിക്കുകയും അവിടെ എത്തിയിട്ട് ഒരു വ്യക്തിയെ എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പ്രവാചകരോട് നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് പറയുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇവിടെ രണ്ടുപേർ ഉബൈദുല്ലാഹി ബിൻ അദിയും ജഅഫർ ബിൻ അംറും യാത്ര പോകവേ ഹിംസിലേക്ക് എത്തുകയും ഹിംസിൽ എത്തിയപ്പോൾ അവർ വഹ്ശിയെ പോയി കാണുകയും വഹ്ശിയോട് ഹംസയുടെ കൊലപാതകത്തെ കുറിച്ച് ചോദിക്കുകയും ചെയ്യാമെന്നവർ മനസ്സിലാക്കുകയും അങ്ങനെ വഹ്ശിയെ പോയി കാണുകയും ചെയ്തു. വഹ്ശി അന്ന് തടിച്ചു കൊഴുത്ത് നല്ല ആരോഗ്യ ദൃഢഗാത്രനായ വ്യക്തിത്വമായിരുന്നു എന്ന് കാണാൻ സാധ്യമാകും. വലിയ കൊട്ടാര സമാനമായ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് വലിയ മേന്മയും ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് അടിമയായിരുന്നു വഹ്ശി. പിന്നീട് സ്വതന്ത്രനായ ശേഷം വലിയ സമ്പന്നനായി മാറിയെന്നെല്ലാം ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും. അങ്ങനെ ഈ രണ്ടുപേരും വഹ്ശിയെ പോയി കാണുകയും വഹ്ശിയുടെ അടുക്കിലേക്ക് പോയി ചെല്ലുകയും വഹ്ശിയോട് സലാം പറയുകയും ചെയ്തു. ഫസല്ലംന, ഞങ്ങൾ വഹ്ശിയോട് സലാം പറഞ്ഞു. ഫറദ്ദ സലാം, അങ്ങനെ വഹ്ശി ഞങ്ങൾക്ക് സലാം മടക്കുകയും ചെയ്തു. പിന്നീട് അവർ തമ്മിൽ ചില സംസാരങ്ങൾ ഉണ്ടാവുകയാണ്. അവർ ഞാൻ ആരാണ് എന്ന് നിനക്കറിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയും വഹ്ശി തിരിച്ചറിഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്ത കാര്യങ്ങളെല്ലാം അതിന് പിന്നീട് വിശദമായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധ്യത. അതൊന്നും നമ്മുടെ വിഷയമല്ല. അതിനുശേഷം അദ്ദേഹം ഉബൈദുല്ലാഹി ബിൻ അദിയെ വഹ്ശിയോട് എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ഹംസയെ കൊന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എങ്ങനെയാണോ ഈ വിശേഷം പറഞ്ഞു കൊടുത്തത് അതേപോലെ നിനക്കും പറഞ്ഞു നൽകാം എന്നിട്ട് പറയുന്നു, ഇന്ന ഹംസ ഖതല തുഐബത്ത് ബിൻ അദി ബിൻ ഖിയാർ ബി ബദർ. ബദറിൽ തുഐബത്ത് ബിൻ അദിയെ ഹംസ കൊല ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഫഖാല ലി മൗലായ ജുബൈർ ബിൻ മുത്ഇം, എന്റെ യജമാനൻ അഥവാ ഹംസയുടെ ഉടമസ്ഥനാണ് ജുബൈർ ബിൻ മുത്ഇം. ജുബൈർ ബിൻ മുത്ഇമിന്റെ അമ്മ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരനാണ് ഈ കൊല ചെയ്യപ്പെട്ട അദി എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ അദിയെ തുഐമ എന്ന് പറയുന്ന വ്യക്തി തുഐമത്ത് ബിൻ അദിയെ കൊല ചെയ്ത കാരണത്താൽ എന്റെ യജമാനൻ എന്നോട് പറഞ്ഞു, ഇൻ ഖതൽത ഹംസ ബി അമ്മി ഫഅൻത ഹുർറുൻ, എന്റെ എളാപ്പക്ക് പകരമായി നീ ഹംസയെ കൊന്നാൽ നീ സ്വതന്ത്രനാണ്, നിനക്ക് സ്വതന്ത്രനാകാൻ സാധ്യമാകും, ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം എന്ന് പറയുന്നു. ഇതായിരുന്നു ഹംസയുടെ വിഷയത്തിൽ വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച ഓഫർ. നിങ്ങൾ നോക്കൂ, ഒരു സ്വതന്ത്രനായ ഒരു അടിമയായ വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് അടിച്ചമർത്തലുകൾക്കും
പല തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അടിമകൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വഹ്ശി എനിക്ക് സ്വതന്ത്രനാകാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിൽ, സന്തോഷത്തിലാണ് ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. അന്ന് വഹ്ശി മുശ്രിക്കാണ്, ഇസ്ലാമല്ല, മുസ്ലിമല്ല. അതുകൊണ്ട് തന്നെ ഹംസയെ കൊല ചെയ്യുന്ന വിഷയത്തിൽ യാതൊരു മനസ്സങ്കോചവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഏറ്റെടുക്കുകയും അദ്ദേഹം തുടർന്ന് പറയുകയാണ്, അങ്ങനെ ശത്രുക്കളൊക്കെ ഐനൈൻ മലയുടെ അടുക്കിലേക്ക് വന്നു. ഉഹദിന്റെ വലിയ വിശാലമായ മലനിരകൾക്കിടയിലുള്ള ഒരു ചെറിയ മലയാണ് ജബൽ ഐനൈൻ എന്നുള്ളത്. ജബൽ റുമാത്തിന്റെ അടുക്കലാണ് മുസ്ലിം സൈന്യം നിന്നത്, ജബൽ ഐനൈന്റെ അടുക്കലാണ് ശത്രുക്കൾ നിന്നത്. അങ്ങനെ ശത്രുക്കൾ അതിലേക്ക് പുറപ്പെട്ടപ്പോൾ ഞാൻ അവരുടെ കൂടെ യുദ്ധത്തിന് ഞാൻ അവരുടെ കൂടെ പോവുകയും ചെയ്തു. ആളുകൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ അങ്ങനെ ആളുകളൊക്കെ വന്നു. അങ്ങനെ ഞാനും അവരുടെ കൂട്ടത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അബ്ദുൽ മുത്തലിബ്, ഹംസ റളിയല്ലാഹു അൻഹു അവർക്കിടയിലേക്ക് ഇറങ്ങി പോവുകയുണ്ടായി എന്നാണ്. ഹംസയെ കുറിച്ച് ആളുകൾ അദ്ദേഹം പറയുന്നത്, ഹംസ റളിയല്ലാഹു അൻഹു കഅന്നഹു ജബലുൻ, ഒരു മലയുടെ പർവ്വത സമാനമായ ജമലുൻ, ഒരൊട്ടക സമാനമായിരുന്നു അദ്ദേഹം. ഹൃദയം വിരിച്ചുകൊണ്ട് വളരെ വലിയ ഒരു ഹാവഭാവത്തോടു കൂടി ആളുകളെ ഭീതിപ്പെടുന്ന അവസ്ഥയിലാണ് ഉഹദിലേക്ക് ഹംസ ഇറങ്ങി വരുന്നത്. ആളുകൾക്ക് ഹംസയോട് ഏറ്റുമുട്ടാൻ പേടിയായിരുന്നു. അങ്ങനെ ഹംസ അതിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഹംസയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് ഒളിച്ചിരുന്നു കൊണ്ട് ഞാൻ എന്തു ചെയ്തു, ഹംസയെ എന്റെ കയ്യിലുള്ള ചാട്ടുളി കൊണ്ട് ഞാൻ ദൂരെ നിന്നും എറിയുകയുണ്ടായി എന്നാണ്. വഹ്ശി ചാട്ടുളി വളരെ ദൂരത്തിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് ഉളി വലിച്ചെറിഞ്ഞുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കുവാൻ കഴിവുള്ള വ്യക്തിത്വമായിരുന്നു വഹ്ശി എന്നുള്ളത്. അതറിയാവുന്നത് കൊണ്ടാണ് ജുബൈർ ഇബ്നു മുത്ഇം വഹ്ശിയെ ഈ കാര്യം ഏൽപ്പിച്ചത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും. അങ്ങനെ വഹ്ശി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേർക്ക് അത് എറിയുകയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പൊക്കിൾ കൊടിയുടെയും ഗുഹ്യാവത്തിന്റെയും ഇടയിൽ നാഭിയുടെ ഭാഗത്തേക്ക് ആ ഉളി കുന്തം ചെന്ന് കയറുകയും അത് പുറത്തേക്ക് അതിന്റെ പിൻഭാഗത്തേക്ക് അതിന്റെ ബാക്കി വരികയും ചെയ്യുന്ന രൂപത്തിൽ പോയി തറക്കുകയും ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭം നമുക്ക് കാണാൻ സാധ്യമാകും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹ്ശിയെ കണ്ടപ്പോൾ ചോദിച്ചു, അൻത ഖതൽത ഹംസ, നീയാണോ ഹംസയെ കൊന്നത്? അദ്ദേഹം കണ്ണ് താഴ്ചിക്കൊണ്ട് തല താഴ്ചിക്കൊണ്ട്, താങ്കൾ കേട്ട ഖദ് കാന മിനൽ അംരി മാ ബലഗ, റസൂലേ താങ്കളുടെ അടുക്കിലേക്ക് എത്തിയ പോലെ തന്നെയാണ് ചരിത്രം, അങ്ങനെ തന്നെയാണ് സംഭവം, ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് അദ്ദേഹം വളരെ സങ്കടത്തോടുകൂടി തല താഴ്ചിക്കൊണ്ട് പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഹൽ തസ്തതിഉ അൻ തുഗയ്യിബ വജ്ഹക അന്നി, നിന്റെ മുഖത്തെ എന്നിൽ നിന്നും തിരിക്കുവാൻ നിനക്ക് സാധ്യമാകുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഇഷ്ടമുള്ള തന്റെ എളാപ്പയും സഹോദരനുമായ ഹംസയെ വധിച്ച കാരണത്താൽ വഹ്ശിയെ കാണുമ്പോഴെല്ലാം ആ സങ്കടം പ്രവാചകന്റെ മനസ്സിലേക്ക് തികട്ടി വരുമെന്നുള്ളതിനാൽ വഹ്ശിയോട് പ്രവാചകൻ ചോദിക്കുന്നത്, നീ ഒന്ന് മാറി നിൽക്കാൻ കഴിയുമോ എന്ന്. ഇസ്ലാം എന്ന് പുറത്തു പോകണമെന്നോ നിന്നെ പകരമൊക്കെ ഞങ്ങൾ കൊല്ലുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിമായ വ്യക്തിയെ ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിൽ നൊമ്പരം ഉണ്ടാകുന്നത് കൊണ്ട് നിനക്ക് നിന്ന് മറഞ്ഞു നിൽക്കുവാൻ സാധ്യമാകുമോ എന്ന് ചോദിക്കുകയും പിന്നെയാണ് വഹ്ശി പ്രവാചകനെ കണ്ണിൽ പെടാത്ത രൂപത്തിൽ ഹംസയിലേക്ക് നാടുവിട്ടു പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം അടക്കമുള്ള ഉദ്ധരിക്കുന്ന ഹദീസ് വളരെ കൃത്യവും വ്യക്തവുമാണ് കാര്യങ്ങൾ. ഹിന്ദല്ല വധിക്കാൻ ഏൽപ്പിച്ചത് മറിച്ച് ജുബൈർ ഇബ്നു മുത്ഇം ആണെന്ന് നമുക്ക് കാണാൻ സാധ്യമാകും. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്, എളാപ്പയാണ്, സഹോദരനാണ് ഹംസ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ച് വഹ്ശിയോട് പ്രവാചകനെ മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഹാനായ ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അവരാണ് വഹ്ശിയെ കൊല ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടോ അവർക്ക് പ്രവാചകനോടോ എന്തെങ്കിലും നീരസം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ ഒരിക്കലും അത് ഉണ്ടായിട്ടില്ല. ഹിന്ദിന്റെ ഭർത്താവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ആദരിച്ച വ്യക്തിത്വമായിരുന്നു. മക്ക ഫതഹിന് ശേഷമാണ് ഇവരെല്ലാവരും ഇസ്ലാം സ്വീകരിക്കുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവും ഹിന്ദും അബൂ സുഫിയാനും ജുബൈറും അതേപോലെ തന്നെ വഹ്ശിയും എല്ലാം ഇസ്ലാം സ്വീകരിക്കുന്ന മക്ക ഫതഹിന്റെ സന്ദർഭത്തിൽ അതിന് ശേഷവുമാണ്.
ഈ പറയപ്പെടുന്ന ആളുകൾ അബൂ സുഫിയാനോടോ അതേപോലെ തന്നെ ഹിന്ദിനോടോ മുആവിയ റളിയല്ലാഹു തുടങ്ങിയ ആരോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഹംസ റളിയല്ലാഹു മതത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അങ്ങനെ ഒന്നുമില്ല. വളരെ സ്നേഹത്തിലായിരുന്നു അവർ പിന്നീട് ജീവിച്ചത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിലെ ഹദീസിലും കാണാൻ സാധ്യമാകും. സഹോദരൻ, പിന്നെ എന്തുകൊണ്ട് ഈ രൂപത്തിൽ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഷിയാക്കളുടെ ഈ വിഷയത്തിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എതിരായിക്കൊണ്ട് മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും മോശക്കാരനായിട്ടാണ് ഷിയാക്കൾ കാണുന്നത്. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ മോശക്കാരനായിക്കൊണ്ട് പിൽക്കാലഘട്ടത്തിലെ നമ്മളടക്കമുള്ള മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു നീരസം വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടാക്കിയത്. മുആവിയെ കുറിച്ചൊക്കെ ചിലത് കേൾക്കുമ്പോൾ ആരാ മുആവിയ, അദ്ദേഹത്തിനുള്ള ഹിന്ദല്ലേ ഹംസയെ കൊന്നത് എന്ന ഒരു ചിന്ത വരാൻ വേണ്ടി, ഹിന്ദ് ഹംസയുടെ കരൾ കടിച്ചു തുപ്പി എന്നൊക്കെയുള്ള രൂപത്തിൽ വളരെ നീചമായ ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ചിന്തകൾ വരാനും വേണ്ടിയിട്ടാണ്. സഹോദരൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ യാതൊരു പങ്കുമില്ല. മറിച്ച് സംഭവിച്ചത് വളരെ കൃത്യമായി കൊണ്ട് വഹ്ഷിയാണ് കൊന്നത് എന്നറിയാം. പക്ഷെ വഹ്ഷി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ വഹ്ഷിയോടോ ഹിന്ദിനോടോ അബൂ സുഫിയാനോടോ മുആവിയയോടോ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഒരാളോടും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിൽ ഒരു നീരസവും ഒരു പ്രയാസവും ഉണ്ടാകുവാൻ പാടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു മോശക്കാരനാണ് എന്നും അദ്ദേഹം തെറ്റുകാരനാണ് എന്നും അദ്ദേഹം വളരെ നീചനാണ് എന്നുമെല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം കാഫിറുകളാണ് എന്നുവരെ എഴുതി പിടിക്കുകയും അങ്ങനെ അവരെല്ലാം കാഫിറാണെന്ന് വിശ്വസിക്കാത്ത ആളുകൾ മുസ്ലിമല്ല എന്നുമാണ് ഷിയാക്കളുടെ വാദം. പിന്നെ മുആവിയയുടെ കൂടെ ജമൽ യുദ്ധത്തിൽ യുദ്ധം ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിന് എതിരായ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു എതിരെയുള്ള കക്ഷിയിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നരകത്തിലാണ് എന്നും നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കാത്തവൻ മുസ്ലിമല്ല എന്ന് പറയുകയും ചെയ്യുന്നവരാണ് ഷിയാക്കൾ. അലി റളിയല്ലാഹു അൻഹു മുമ്പ് ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനങ്ങൾ ചെയ്ത ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ 3 സഹാബികൾ അവർ കാഫിറുകളാണ് എന്നും അവർ പിന്നീടുള്ള അബൂലഹബിനേക്കാളും ഫിർഔനിനേക്കാളും നീചന്മാരാണ്, അവരെക്കാൾ ശ്രേഷ്ഠൻ ഫിർഔനാണ് എന്നുവരെ പറഞ്ഞ ആളുകളാണ് ഷിയാക്കൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഷിയാക്കളുടെ വളരെ നീചമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആ ആളുകളുടെ കള്ളപ്രചരണങ്ങൾ നമ്മൾ ഒരിക്കലും വിശ്വസിച്ചു പോകരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ ഈ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ഹിന്ദിനോടോ വഹ്ഷിയോടോ ഒക്കെ ഒരു വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുവെങ്കിൽ, അവരുടെ വെറുപ്പ് വരുന്നുവെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ ഹനിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാമിനെ കുറിച്ച് ആരൊക്കെ എന്തു പറഞ്ഞാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ എടുത്തു ചാടുകയുമല്ല, മറിച്ച് ഏതൊരു കാര്യവും കേൾക്കുമ്പോൾ ദീനിന്റെ വിഷയമാണ് എങ്കിൽ അത് സഹാബികളുടെ ചരിത്രമാകട്ടെ ഇബാദത്താകട്ടെ എന്തുമാകട്ടെ ഒരു കണിശത ആവശ്യം നമുക്കുണ്ടാകും. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കുവാൻ, അത് ഉറപ്പുവരുത്തുവാൻ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുവാനൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കണം ദീനിന്റെ ഏത് വിഷയത്തെ നമ്മൾ കാണാൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على محمد وعلى آل محمد. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കേണ്ടതുണ്ട്. ആ നമസ്കാരത്തെ തഹിയ്യത്ത് എന്നാണ് പറയുക എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ്, നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അതൈൻ, 2 റക്അത്ത് നമസ്കരിക്കുന്നത് വരെ അവൻ ഇരിക്കരുത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർ നിസ്കരിച്ചിട്ട് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള വിഷയമെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ സഹോദരന്മാരെ, പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ തഹീത്ത് നമസ്കരിക്കേണ്ടതില്ലാത്ത 2 വിഭാഗം ആളുകളുണ്ട്. അതാരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാ ഫലാ സ്വലാത ഇല്ലൽ മക്തൂബ, നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ സ്വലാത ഇല്ലൽ മക്തൂബ, പിന്നെ ഫർദ് നമസ്കാരം അല്ലാതെ മറ്റൊന്നുമില്ല.
അതുകൊണ്ട് തന്നെ ഇഖാമത്ത് വിളിക്കുന്ന സന്ദർഭത്തിലോ അതിനുശേഷമോ അതല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത സമയത്തോ വരുന്ന ഒരാളാണ് എങ്കിൽ തഹീദ് നമസ്കരിക്കുവാനും മാത്രമുള്ള സമയം അവർക്കില്ല എങ്കിൽ അവർ തഹീദ് നമസ്കരിക്കുവാനും പാടില്ല. സമയം കുറച്ച് അധികമുണ്ട്, 2 റക്അത്ത് വേഗത്തിൽ നിസ്കരിച്ചു പോകാൻ പറ്റാൻ മാത്രമുള്ള സമയം ഇഖാമത്തിന് ബാക്കി ഉണ്ടെങ്കിൽ അവർക്ക് വേഗത്തിൽ നമസ്കാരത്തിന്റെ റുക്കുനുകളും വാജിബാത്തുകളും മാത്രം ചെയ്തുകൊണ്ട് ഫാത്തിഹ ഓതി പിന്നെ സൂറത്തില്ലാതെ വളരെ ചുരുക്കിക്കൊണ്ട് വേഗത്തിൽ നമസ്കരിച്ച് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അവർ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്നാൽ അതിനു മാത്രം സമയമില്ല എങ്കിൽ അവർ കയറി ഇരിക്കരുത്. അവർ പള്ളിയിൽ നമസ്കാരം തുടങ്ങും വരെ ഇഖാമത്ത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇഖാമത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവർ കൈകിട്ട് നമസ്കരിക്കുവാൻ പാടില്ല. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് തഹീദ് നമസ്കരിക്കേണ്ടതിൽ രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുതുബ നിർവഹിക്കുന്ന ഖതീബാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്, പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, നമസ്കാരത്തിന്റെ സമയമായി യുസ്തഹബ്ബുൽ ഖതീബി അല്ലാ യഹ്ദുറൽ ജുമുഅ ഇല്ലാ ബഅദ ദുഖൂലിൽ വഖ്ത്, സമയമായതിന് ശേഷം മാത്രം, അഥവാ മിമ്പറിൽ കയറേണ്ട ഖുതുബ തുടങ്ങേണ്ട സമയമായതിന് ശേഷം മാത്രമാണ് ഖതീബ് പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്. അദ്ദേഹം നേരെ മുബാശറത്തൻ മിമ്പറിലേക്ക് കയറിക്കൊണ്ട് സലാം പറയുന്ന രീതിയായിരിക്കണം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പഠിക്കുക. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വന്നത് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ വസല മിമ്പർ സഇദഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കഴിഞ്ഞാൽ നേരെ മിമ്പറിലേക്ക് കയറുകയും വല യുസല്ലി തഹിയത്തുൽ മസ്ജിദ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹീദ് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന ഇമാം നവവി അടക്കമുള്ള ആളുകൾ, പിൽക്കാലഘട്ടത്തിൽ ഇമാം ഇബ്നു ഉസൈമിനെ പോലെയുള്ള ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ സമാനമായത് പറഞ്ഞത് കാണുവാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയം, ഒരു പള്ളിയിലേക്ക് ഏറ്റവും അവസാനമായി പ്രവേശിക്കേണ്ട വ്യക്തി അത് ഖതീബായിരിക്കണമെന്നാണ്. മറ്റുള്ള ആളുകൾ അവർ ജുമ നമസ്കാരത്തിന് വേണ്ടി ജുമയുടെ സമയം തുടങ്ങും മുമ്പേ അവർ പള്ളിയിൽ ഹാജരായിരിക്കണം. ഏറ്റവും അവസാനം ഖതീബ് പള്ളിയിലേക്ക് നേരെ വന്ന് മിമ്പറിൽ പ്രവേശിക്കുന്ന രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നാണ് മനസ്സിലാക്കി നൽകുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഖതീബ് പള്ളിയിൽ അവർക്ക് മാറി നിൽക്കാൻ മാത്രമുള്ള സൗകര്യമില്ല, ദൂരെ നിന്ന് വരേണ്ടവരാണ്, നേരത്തെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നമസ്കരിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. എന്നാൽ ശരിയായ രീതി എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് സമയമാകുമ്പോൾ മാത്രം പള്ളിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മിമ്പറിൽ തഹീദ് നമസ്കരിക്കാതെ നേരെ മിമ്പറിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഖതീബുകൾ തഹീദ് നമസ്കരിക്കുന്നില്ല എന്ന ചോദ്യം നമ്മുടെ മനസ്സില്ലാതിരിക്കുവാനും ആ വിഷയം കൃത്യമായി മനസ്സിലാക്കാനും വേണ്ടി മാത്രം സൂചിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി കൂടെ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു